ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ബോർഡർ ഐഡിയാസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് താഴത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളിൽ വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇനിയും ഇങ്ങനത്തെ ഐഡിയാസൊക്കെ തരണമെന്നുള്ളതും, അതായത് ഇങ്ങനത്തെ പോസ്റ്റ് ചെയ്യണമെന്നുള്ളതും താഴത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെയെന്ന് പറയാനുള്ളത്, എനിക്ക് ഈ 4ാം ക്ലാസ് തൊട്ടിട്ട് ബോർഡർ ഐഡിയാസ് ചെയ്യൽ നിർബന്ധമായിട്ടുണ്ട്. അപ്പോൾ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ബോർഡർ ഐഡിയാസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് തന്നെ അറിയുന്നത്. ആൻഡ് പിന്നെയെന്ന് പറയാനുള്ളത്, ആ ഒരു ടൈമിൽ എനിക്ക് ബോർഡർ ഐഡിയാസിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ അച്ചടിച്ച് വെക്കാറാണ്. അതായത് ഫുള്ളായിട്ട് കോപ്പി അടിച്ച് വെക്കാറാണ്. ഇപ്പം എൻ്റെ ഓണായിട്ട്, അതായത് എൻ്റെ സ്വന്തം ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച ബോർഡർ ഐഡിയാസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് പറയുമ്പം എനിക്കെന്തോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ വരുന്നത്. പിന്നെയെന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് അസൈൻമെൻറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ അസൈൻമെൻറ്റ് എഴുതുന്നുണ്ടാവും, അതിൻ്റെ കൂടെ ആലോചിക്കുന്നുണ്ടാവും, ഇന്നത്തെ ഫ്രണ്ട് പേജ് എന്തായിരിക്കും എന്ന്. അപ്പോൾ ഓരോ ഫ്രണ്ട് പേജ് ഡിസൈൻസും ഇങ്ങനെ ഒരു ബുക്കിലൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബുക്ക് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ പിന്നെ നമ്മൾ കോൺസെൻട്രേഷൻ മാറില്ല. അതായത് അസൈൻമെൻറ്റ് ചെയ്യുമ്പം ഇങ്ങനെ ആലോചിക്കുമ്പോഴുള്ള അസൈൻമെൻറ്റിൽ നിന്നുള്ള കോൺസെൻട്രേഷനും പോവില്ല. അപ്പോൾ പിന്നെ കുറേ ഡിസൈൻസ് ഞാൻ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ ഓണായിട്ടുള്ള ഡിസൈൻസും നിങ്ങൾ ഇങ്ങനെ എടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിരിക്കും. സോ ഇനിയെന്ന് പറയാനുള്ളത്, ഞാൻ ചെയ്ത ഓരോ ഡിസൈൻസും പറയാം. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ച് വേവി ലൈൻസിൻ്റെ കൂടെ കുറച്ച് ലീവ്സൊക്കെ വരച്ചിട്ടാണ്. സെക്കൻഡത്തേന്ന് പറയാനാണെങ്കിൽ ലൈന് ഡോട്ട് എന്നും പറഞ്ഞിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. 2 എൻഡ് പോയിൻറ്റ്സിലും ഒരു സ്റ്റാർ പോലത്തെ സംഭവം വരച്ചെടുത്തിട്ടുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു മൂണാണ്. മൂൺ ടൂലിപ്പ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദെൻ എന്ന് പറയുന്നത് വേവി ലൈൻസിൻ്റെ കൂടെ ആ ലീവ്സ് വരച്ച പോലെ തന്നെ കുറച്ച് ഡോട്ട്സ് വരച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ലൈന് ഹാർട്ട് ലൈന് ഇങ്ങനെ വരച്ചാലും മതി. അല്ലെങ്കിൽ പിന്നെ ഗൈസ്, ഞാനിപ്പോൾ വരച്ച പോലെ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമ്പോൾ കുറച്ച് കുത്തൊക്കെ ഇട്ട് കൊടുത്തു. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത്, അതായത് 6th വൺ എന്ന് പറയുന്നത് കുറച്ച് ഹാർട്ട് ബീറ്റ്സ് പോലെയാണ്. പുല്ല് പോലെ വരച്ചിട്ട് അതിൻ്റെ നടുക്ക് ഹാർട്ട് വരച്ചു കൊടുത്താൽ മതി, ഹാർട്ട് ബീറ്റ് ആയിക്കോളും. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയാനുള്ളത് ഹാർട്ട് ലൈന് ഡോട്ട് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് പറയാം. എനിക്ക് ആ പിങ്കും ഈ ലാസ്റ്റ് ചെയ്തതും ആണ്. ഈ ലാസ്റ്റത്തെ പിന്നെയും മാക്സിനെ ആയിരിക്കും ഒന്നും കൂടി നന്നാവുക, കാരണം ഷേപ്സ് ആണല്ലോ. അതായത് ഹാർട്ട് ട്രയാങ്കിൾ സ്ക്വയർ ഇതങ്ങനെ ഇങ്ങനെ മാറ്റിയാൽ മതി. ഇത് വരയ്ക്കുമ്പോൾ എനിക്കെന്തോ സ്ക്വിഡ് ഗെയിം ഒക്കെ ഓർമ്മ വരിക, ആ ഡാൽഗോണ ക്യാൻറ്റീൻ്റെ ഗെയിമൊക്കെ ഓർമ്മ വരികയാണ്. ബട്ട് കുഴപ്പമില്ല. എന്തായാലും എനിക്ക് ആ പിങ്കും ഓറഞ്ചും ആണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായോ?